നമ്മളൊക്കെ ദീന് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ്. പഠിക്കുന്തോറും നമ്മുടെ അറിവല്ല നമുക്ക് ബോധ്യപ്പെടുക, നമ്മുടെ അറിവില്ലായ്മയാണ് ബോധ്യപ്പെടുക. അതാണ് ഇൽമിൻ്റെ പ്രത്യേകത. എത്ര പഠിക്കുന്നുവോ അത്രയും നമ്മുടെ അറിവില്ലായ്മ ബോധ്യപ്പെടും. പഠിക്കുന്നവരും അറിവിൻ്റെ ആഴം ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു അഹങ്കാരിയായി മാറും. സാധാരണ പറയാറുണ്ട്, തലബുൽ ഇൽമിന് 3 ഘട്ടമാണുള്ളതാണ്. ഇൽമ് തേടുന്നതിന് 3 ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം ലേശം പഠിക്കുമ്പോൾ അയാൾക്ക് തോന്നും അത്യാവശ്യമൊക്കെയായും തോന്നും, കുറേയൊക്കെ പഠിച്ചു, നമ്മളൊക്കെ തരക്കേടില്ല, ഉഷാറാണ് എന്ന് തോന്നും. ഒന്നാമത്തെ ഘട്ടത്തിൽ അന്ന് അവൻ പഠനം അവസാനിപ്പിച്ചു പോയാൽ അവനായിരിക്കും ഏറ്റവും വലിയ ഫിത്ന ഉമ്മത്തിന്. അവൻ്റെ കണക്കിൽ അത്യാവശ്യം തികഞ്ഞവനാണ്, ഇനി അധികമൊന്നും പഠിക്കാനില്ല, പിന്നെ ഇപ്പോൾ അവനേക്കാളും മേലെ വേറെ ഉണ്ടാവുന്നില്ല, യഥാർത്ഥമായിട്ടൊന്നും പഠിച്ചിട്ടുമുണ്ടാവില്ല. ആ ഒന്നാം ഘട്ടം കഴിഞ്ഞ് പിന്നെയും അവൻ പഠനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടി പഠിച്ച് മുന്നേറുമ്പോൾ രണ്ടാമത്തെ ദറജയിലേക്ക് എത്തും, രണ്ടാമത്തെ മർത്തബയിലേക്ക് എത്തുമ്പോൾ അവന് മനസ്സിലാവും എനിക്ക് ധാരാളം പഠിക്കാനുണ്ട് എന്ന്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെയും അയാൾ പഠിച്ചു, ഒരുപാട് മുന്നോട്ട് പോയി. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതാണ് അറിവിൻ്റെ ശരിയായൊരു റൂട്ട്. അതുകൊണ്ടാണ് വലിയ ഇൽമുള്ള ആളുകളാണ് കൂടുതൽ പഠിക്കാൻ മുന്നോട്ട് വരേണ്ടത്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളയുടെ കിതാബ് ജാമിഉ ബയാനുൽ ഇൽം എന്ന കിതാബിൽ മുൻഗാമികൾ ഉദ്ധരിച്ച് പറയുന്നത് കാണാൻ കഴിയും. ആരാണ് ഏറ്റവും അധികം പഠിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മുൻഗാമികൾ നൽകിയ മറുപടി, ആരാണോ ഏറ്റവും അധികം ഇൽമുള്ളവർ അവരാണ് കൂടുതൽ പഠിക്കേണ്ടത്. കാരണം അന്നൽ ഖത്അ മിൻഹും അഖ്ബഹു, അവരിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചാൽ അതാണ് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുക. ഇപ്പോൾ സാധാരണ തെറ്റുപറ്റിയാൽ അയാൾക്ക് മാത്രമേ ബാധിക്കുള്ളൂ. അറിവുള്ള ഒരാൾക്ക് തെറ്റുപറ്റിയാൽ ധാരാളം മനുഷ്യന്മാർക്ക് അത് തെറ്റായി പിന്നീട് മാറും. ഒരുപാട് ആളുകളെ ഈമാൻ തെറ്റാൻ ഒരു പക്ഷെ അത് പിന്നീട് കാരണമായി മാറിയേക്കാം. നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കാം, നിങ്ങൾക്ക് ഇപ്പം എന്താ പഠിക്കാൻ, നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചില്ലേ എന്ന് നമ്മൾ വീടുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ ചോദിക്കും. അപ്പം അതല്ല, നമ്മൾ പഠിക്കും തോറും നമ്മുടെ ജഹാലത്ത് കൂടുതൽ ബോധ്യപ്പെടുക. കടലിലേക്ക് ഇറങ്ങിയ പോലെ, കടലിലേക്ക് ഒരു കാലം വെക്കുമ്പോൾ ആഴം കൂടുക ചെയ്യും.